നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിയോളൂ. ഒന്നാമത്തത് സെക്ഷൻ എ, നമ്മുടെ MCQs ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിന് 1 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം. 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ. ചൂസ് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദേ ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് റൈറ്റ് ഇറ്റ്. അതായത് നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ആരോഹണ ക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണെന്ന്. എന്താണ് ആരോഹണ ക്രമം അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ? എന്താണ് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പം നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏറ്റവും ചെറുത് ഏതാണ്, അതിനെക്കാട്ടിയും വലുത് ഏതാണ്, ഏറ്റവും വലുത് ഏതാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലേ. അപ്പം നോക്കിയോളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മില്ലിമീറ്റർ, മൈക്രോമീറ്റർ. ഒന്നാമത്തെ ഓപ്ഷൻ മില്ലിമീറ്റർ, മൈക്രോമീറ്റർ. അപ്പം നമുക്കറിയാം മൈക്രോമീറ്റർ ആണ് മില്ലിമീറ്ററിനെ കാട്ടിൽ ചെറുത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് കിലോമീറ്റർ, സെൻറ്റിമീറ്റർ. ഒരിക്കലും കിലോമീറ്റർ ഒരു വലിയ യൂണിറ്റ് ആണ് അല്ലേ. സെൻറ്റിമീറ്റർ അതിനെക്കാട്ടിയും ചെറുതാണ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ? അതും തെറ്റാണ്. കിലോമീറ്റർ ആദ്യം വരത്തില്ല. അടുത്ത സി ഓപ്ഷൻ നോക്കിയുള്ളൂ. മൈക്രോമീറ്റർ. ഓക്കെ, കറക്റ്റ് തന്നെ, ചെറിയ യൂണിറ്റ് തന്നെയാണ്. അടുത്തത് മില്ലിമീറ്റർ. മില്ലിമീറ്ററിനെക്കാട്ടിയും ചെറുതാണ് മൈക്രോമീറ്റർ. അപ്പോൾ ആ ഒരു ഇത് കറക്റ്റായി. ഇനി അടുത്തത് സെൻറ്റിമീറ്റർ. അതെ, അപ്പോൾ മില്ലിമീറ്ററിനെക്കാട്ടിലും വലുതാണ് സെൻറ്റിമീറ്റർ അല്ലേ. സെൻറ്റിമീറ്ററിനെക്കാട്ടിയും ചെറുതാണ് മില്ലിമീറ്റർ. അപ്പോൾ 3 എണ്ണം കറക്റ്റായി. അടുത്തത് കിലോമീറ്റർ. ഓക്കെ, അപ്പം സി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഏറ്റവും ചെറുത് മൈക്രോമീറ്റർ, രണ്ടാമത് മില്ലിമീറ്റർ, മൂന്നാമത് സെൻറ്റിമീറ്റർ, നാലാമത് കിലോമീറ്റർ. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കിട്ടിയല്ലോ. അപ്പം നീളത്തിൻ്റെ യൂണിറ്റുകളെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ. ഇനി സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു അളവുണ്ട്. സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മീറ്റർ ഉണ്ട്. മീറ്റർ കഴിഞ്ഞിട്ടുള്ള വലിയ അളവാണ് കിലോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിവിടെ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം എന്നിവ അനുഭവപ്പെടുന്ന വിവിധ സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദം ആർ ഗിവൻ ബിലോ. ഈ 2 കാര്യങ്ങൾ, അതായത് സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും അനുഭവപ്പെടുന്ന 2 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത്. പ്രസ്താവന 1 പ്രസ്താവന 2. എക്സാമിൻ ദം ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇത് പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. സ്റ്റേറ്റ്മെന്റ് 1 നോക്കിയോളൂ. എക്സാമ്പിൾസ് ഓഫ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. സമ്പർക്കരഹിത ബലങ്ങൾക്ക് ഉദാഹരണമാണോ? താഴെ 3 എന്താണ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് 3ഉം സമ്പർക്കരഹിത ബലമാണോ അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിയോളൂ. എ മാംഗോ ഫാൽസ് ഡൗൺ. ഒരു മാങ്ങ താഴേക്ക് വീഴുന്നു. മാങ്ങ താഴേക്ക് വീഴുന്നത് ഏതാണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ കോണ്ടാക്ട് ഫോഴ്സ് ആണോ? അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണോ മാങ്ങ താഴേക്ക് വീഴുന്നത്? ആണ് അല്ലേ. ഭൂമിയുടെ ആകർഷണ ബലം നിമിത്തമാണ് മാങ്ങ താഴേക്ക് ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നത് അല്ലേ. അവിടെ ഭൂമി മുകളിലോട്ട് കയറി ചെന്ന് മാങ്ങയെ പിടിച്ച് വലിക്കുകയൊന്നും അല്ലല്ലോ അല്ലേ. അത് അല്ലാതെ തന്നെ താഴോട്ട് വീഴുന്നതാണ്. അപ്പം അത് ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത് നോക്കിയോളൂ. ലീവ്സ് സ്വേ ഇൻ ദ വിൻഡ്. കാറ്റിൽ ഈ ഇലകളൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നു. അതെന്താണ്? അതെന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് അല്ല, അത് കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഈ കാറ്റ് ഇലകളിൽ ഇങ്ങനെ തട്ടുമ്പോഴാണ് അതിങ്ങനെ ആടി ഉലയുന്നത് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അത് തെറ്റ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. അടുത്തത് മാഗ്നറ്റ് അട്രാക്ട്സ് അയൺ. ഒരു മാഗ്നറ്റ് അയണിനെ അട്രാക്ട് ചെയ്യുന്നത് അതെന്താണ്? അതെന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അതായത് മാഗ്നറ്റ് ആ വസ്തുവിൽ അല്ലെങ്കിൽ ആ അയണിൽ അങ്ങ് എന്താണ് ഇങ്ങനെ ടച്ച് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ അത് അട്രാക്റ്റ് ആവും അല്ലേ. അപ്പോൾ അത് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള എക്സാമ്പിൾസിൽ 2 എണ്ണം നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. പക്ഷേ 1 എണ്ണം നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ. ഏതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ അല്ലാത്തത്? ലീവ്സ് സ്വേ ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്, കാറ്റിലാടി ഉലയുന്ന ഇലകൾ. മറ്റേത് 2 മാംഗോ ഫാൾസ് ഡൗണും മാഗ്നറ്റ് അട്രാക്ട്സ് അയണും എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയോളൂ. എക്സാമ്പിൾസ് ഓഫ് കോണ്ടാക്ട് ഫോഴ്സസ്. കോണ്ടാക്ട് ഫോഴ്സസിന് എക്സാമ്പിൾ. ഇതൊക്കെ നമ്മൾ ആ യൂണിറ്റ് പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഈ എല്ലാ എക്സാമ്പിൾസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ യൂണിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാണാത്തവർ അത് കാണുക. അതിൽ ഒത്തിരി ഉദാഹരണങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കോണ്ടാക്ട് ഫോഴ്സിനും നോൺ കോണ്ടാക്ട് ഫോഴ്സിനും ഒക്കെ. അടുത്തത് വൈൽ സ്വിമ്മിങ് വാട്ടർ ഈസ് പുഷ്ഡ് ബാക്ക്. നമ്മൾ നീന്തുമ്പോൾ ജലത്തെ തള്ളുന്നു. അതാണ് ഇതെന്താണ് കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണോ? ആണ് അല്ലേ. അവിടെ ജലവും ഈ നീന്തുന്ന ആളും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ എന്താണ് അത്? എന്താണ് ഒരു കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അത് കറക്റ്റ്. അടുത്തത് എ ബാൾ ഈസ് ഹീറ്റ് ആൻഡ് മൂവ്സ്. ഒരു പന്ത് നമ്മളിങ്ങനെ തട്ടുമ്പോൾ അത് അകന്ന് പോകുന്നു അല്ലേ. അത് അല്ലെങ്കിൽ അതിങ്ങനെ നീങ്ങുന്നു. അപ്പോൾ അതെന്താണ്? ബോളിനെ നമ്മൾ തട്ടിയപ്പോഴാണല്ലോ അത് നീങ്ങുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? അത് കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അടുത്തത് എ നെയിൽ ഈസ് ഹാമേർഡ് വിത്ത് എ ഹാമർ.
ഒരു ആണിയിൽ നമ്മൾ ചുറ്റി കൊണ്ട് അടിക്കുന്നു. അപ്പോൾ അതെന്താണ്? അതും കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ. അതായത് ആണിയിൽ ചുറ്റിക ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതും കോൺടാക്ട് ഫോഴ്സാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം നോൺ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയോളൂ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആണോ? അല്ല, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. അടുത്തത് ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആണോ? രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരി, അത് കറക്റ്റാണ് അല്ലേ? രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അടുത്ത നമുക്ക് മറ്റേ ഓപ്ഷൻസും കൂടെ നോക്കാം. ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആണോ? അല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റേ അല്ല. അടുത്ത ഡി ഓപ്ഷൻ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണെന്ന് ആണോ? അല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ് കേട്ടോ. ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സെക്ഷൻ ബി എ, write the answers to questions 3 to 8 in one or more sentences. Questions 7 and 8 have choices. Each question carry 2 score. ഇനി അടുത്ത 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 3 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഒന്നിൽ കൂടുതൽ വാചകങ്ങളിൽ ഉത്തരം എഴുതണം. 7-8 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. 7-ാമത്തെ 8-ാമത്തെ ക്വസ്റ്റ്യൻസിന് എന്തുണ്ട്? ചോയ്സ് ഉണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസിനൊന്നും ചോയ്സ് ഇല്ല. നമ്മൾ എല്ലാ ആൻസേഴ്സും എഴുതണം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് നമുക്ക് സ്കോർ ചെയ്യാം. നോക്കിയോളൂ, 3-ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഇമേജ് ഓഫ് എ സ്കെയിൽ മാർക്ക് വിത്ത് യൂണിറ്റ്സ് ലൈക്ക് സെൻറ്റിമീറ്റർ ആൻഡ് ഇഞ്ച്. ഒരു സ്കെയിലിൽ സെൻറ്റിമീറ്റർ, ഇഞ്ച് തുടങ്ങിയ യൂണിറ്റുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ചിത്രം ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? ഇഞ്ചും സെൻറ്റിമീറ്ററും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് മീൻ ബൈ ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? ഒരു ഉപകരണത്തിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സ്കെയിലിൽ ലീസ്റ്റ് കൗണ്ട് എന്താണ്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ദ സ്മാളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട്. അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന, അളക്കാൻ കഴിയുന്ന ഏറ്റവും സ്മാളസ്റ്റ്, ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. 0.1 സെൻറ്റിമീറ്റർ ഇസ് ദ ലീസ്റ്റ് കൗണ്ട്. ഇവിടെ ലിസ്റ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. ലീസ്റ്റ് ആണ്, LEAST, ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്കെയിൽ. ഈ മുകളിൽ നമുക്കൊരു സ്കെയിൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നു. 0.1 സെൻറ്റിമീറ്റർ ആണ് ഈ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ഫോളോയിങ് ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് ഫണ്ടമെൻ്റൽ ആൻഡ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് ചില അടിസ്ഥാന അളവുകളും വിൽപ്പന്ന അളവുകളും നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ, താഴെ തന്നിട്ടുണ്ട്. കണ്ടോ, ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ലെങ്ത് അല്ലെങ്കിൽ നീളം, ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത, ലൂമിനസ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പ്രകാശ തീവ്രത, ടൈം അല്ലെങ്കിൽ സമയം, മാസ്. ഇത്രയും അളവുകളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയുണ്ട്? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം ദ ഗിവൺ ക്വാണ്ടിറ്റീസ് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ നൽകിയിരിക്കുന്നതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. ഇതിലേതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ലെങ്ത് അല്ലെങ്കിൽ നീളം എന്താണ്? അതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അടിസ്ഥാന അളവാണ്. അടുത്തത് ഡെൻസിറ്റി ആണോ? അല്ല, ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലാതെ ഏതാണ്? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ വിൽപ്പന്ന അളവുകളാണ്. അപ്പോൾ അത് അല്ല. അടുത്ത ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ പ്രകാശ തീവ്രത എന്താണ്? അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ്. അടുത്ത ടൈം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ മാസ് എന്ന് പറയുന്നതും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ലെങ്ത്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ടൈം, മാസ് അല്ലേ? ഡെൻസിറ്റി മാത്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ അത് എഴുതാൻ പഠിച്ചല്ലോ. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കാൻ കഴിയുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. ഇനി നിങ്ങൾക്കുള്ള ഇംഗ്ലീഷ് മീഡിയം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അല്ലേ, പരസ്പരം ബന്ധമില്ലാതെയാണ് നിലനിൽക്കുന്നത്. ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ വെച്ചിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ, അളവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യന്. യു ആർ സീറ്റിംഗ് ഇൻ എ മൂവിംഗ് ബസ്. ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിങ്ങൾ ഇരിക്കുകയാണ്. യു കൺസിഡർ യുവർ സെൽഫ് ടു ബി ഇൻ മോഷൻ. നിങ്ങൾ ചലനാവസ്ഥയിലാണ് അല്ലെ, മോഷനിലാണെന്ന് നിങ്ങൾ സ്വയം അഭിപ്രായപ്പെടുന്നു.
ബട്ട് അനദർ പേഴ്സൺ ഇൻ ദ ബസ് സേസ് ദാറ്റ് യു ആർ അറ്റ് റെസ്റ്റ്. എന്നാൽ ആ ബസ്സിൽ തന്നെയുള്ള മറ്റൊരു പേഴ്സൺ പറഞ്ഞു നിങ്ങൾ എന്താണ്, നിശ്ചലാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. എക്സാമിൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ബോത്ത് ദീസ് ഒബ്സർവേഷൻസ് ക്യാൻ ബി കറക്റ്റ്. ഈ രണ്ട് അഭിപ്രായങ്ങളും ശരിയാക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അത് പരിശോധിച്ച് അതിനെ വിശദീകരിക്കണം. I am in a moving bus and I am at rest with respect to the person sitting next to me. അതായത് ഞാനൊരു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ്. അപ്പം ഞാൻ എന്താണ്, ഈ എൻ്റെ അടുത്തിരിക്കുന്ന സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ അല്ലെ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ അപേക്ഷിച്ച് വിത്ത് റെസ്പെക്ട് ടു ദ പേഴ്സൺ സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ അപേക്ഷിച്ച് ഐ ആം അറ്റ് റെസ്റ്റ്, ഞാൻ എന്താണ്, റെസ്റ്റിലാണ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ്. However, I am in motion with respect to the person standing on the ground or on the ground. എന്നാൽ ഞാൻ മോഷനിലാണ് അല്ലെങ്കിൽ ചലനാവസ്ഥയിലാണ്. വിത്ത് റെസ്പെക്ട് ടു ദ പേഴ്സൺ എന്തിനെ അപേക്ഷിച്ചാണ്, വിത്ത് റെസ്പെക്ട് ടു ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച്, ഓർ ഓൺ ദ റോഡ് അല്ലെങ്കിൽ റോഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച് ഞാൻ എന്താണ്, ചലനാവസ്ഥയിലാണ്. ബസ്സിൽ ഞാൻ കയറി ആ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഞാൻ എന്താണ്, ചലനാവസ്ഥയിലാണ് അല്ലേ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോഷനിലാണ് ഞാൻ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, കറക്റ്റാണ്. അതായത് റോഡിൽ നിൽക്കുന്ന ഒരാളിനെ അപേക്ഷിച്ച് ഞാൻ മോഷനിലാണ്, എന്നാൽ ബസ്സിൻ്റെ അകത്തിരിക്കുന്ന ആളിനെ അപേക്ഷിച്ച് ഞാൻ എന്താണ്, റെസ്റ്റിലാണ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഇരിക്കുന്ന ഞാൻ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണ്, എന്നാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലിരിക്കുന്ന ഞാൻ നിലത്ത് നിൽക്കുന്ന ആളിനെ അല്ലെങ്കിൽ റോഡിൽ നിൽക്കുന്ന ആളിനെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണ്. അതിനാൽ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രീസ് ഈസ് യൂഷ്വലി അപ്ലൈഡ് ബിറ്റ്വീൻ റൊട്ടേറ്റിംഗ് പാർട്സ് ഓഫ് വെഹിക്കിൾ. ഈ വെഹിക്കിളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾക്കിടയിൽ ഗ്രീസ് നമ്മൾ തേക്കാറുണ്ടല്ലോ. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് സബ്സ്റ്റൻസസ്? ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളുടെ ധർമ്മം അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെ ഗ്രീസ് തേക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ബൈ വാട്ട് നെയിം ആർ ദീസ് സബ്സ്റ്റൻസസ് നോൺ ആസ്? എന്ത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്? രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ 2 മാർക്ക് കിട്ടും. ദീസ് സബ്സ്റ്റൻസസ് ഹെൽപ്പ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്റ്റിംഗ് സർഫസസ്. അതായത് സമ്പർക്കത്തിൽ വരുന്ന രണ്ട് സർഫസസ് അല്ലെങ്കിൽ പ്രതലങ്ങൾക്കിടയിലുള്ള ഫ്രിക്ഷൻ അല്ലേ, ആ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ കർഷണം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സബ്സ്റ്റൻസ് സഹായിക്കുന്നത്. ദീസ് സബ്സ്റ്റൻസസ് ആർ നോൺ ആസ് ലൂബ്രിക്കൻസ്. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അതായത് ഗ്രീസ് എന്ന് പറയുന്നത് ഒരു ലൂബ്രിക്കൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ സ്നേഹകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലൂബ്രിക്കൻസിൻ്റെ മലയാളം എന്താണ്? സ്നേഹകങ്ങൾ. നമ്മൾ പഠിച്ചു ഒരു സോളിഡ് ലൂബ്രിക്കൻറ്റിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഗ്രാഫൈറ്റ് അല്ലേ. സോളിഡ് ലൂബ്രിക്കൻറ്റിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഗ്രാഫൈറ്റ്.